ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന ഭാഗത്ത് നിന്ന് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് ആഗോള താപനം നമ്മൾ പറയുന്നതാണ് അല്ലെ. അപ്പം എർത്ത് അറ്റ്മോസ്ഫിയറിന്റെ മീൻ ടെമ്പറേച്ചർ അതിനെക്കാട്ടും ഇൻക്രീസ് ചെയ്ത് ഒരു അൺപെർമിസിബിൾ ലെവലിലേക്ക് പോകുന്നതാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്നത്. Okay. Definition is the global warming refers to the long-term increase in Earth's average surface temperature. Earthന്റെ average ആയിട്ടുള്ള surface temperature increase ചെയ്യുന്ന അവസ്ഥ. ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? It is due to the presence of greenhouse gases in atmosphere. So, atmosphere greenhouse gases presence ഉള്ളതുകൊണ്ടാണ് ഈ global warming എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നത്. Greenhouse gas എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്നുള്ളത് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ പഠിക്കും. ഇപ്പൊ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ളത് എന്ത് തന്നെയാണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രസൻസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ പോലെയുള്ള ഗ്യാസുകളാണ്. ഇനി എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് നല്ലതാണ്. Without these gases, heat would escape back into the space and Earth's average temperature would be 60 degree minus F colder. അപ്പോൾ അത്രയും കൂളായിട്ട് എർത്ത് പോകാനുള്ള സാധ്യത ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലെങ്കിലും ഉണ്ട്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ശരിക്കും എർത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാസസ് ആണ്. അപ്പൊ ഇതിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ എക്സ്റ്റെൻഡിൽ കൂടുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗിലേക്ക് പോകുന്നത്. Because of how they warm our world, these gases are referred to as greenhouse gases. എങ്ങനെയാണ് ഈ ഗ്രീൻഹൗസ് ഗ്യാസസ്? ഒരു ഗ്ലാസ് ഹൗസ് എഫക്ട് പോലെയാണ് ഗ്രീൻഹൗസ് ഗ്യാസസ് എർത്ത് അറ്റ്മോസ്ഫിയറിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഒരു ഗ്രീൻ ഹൗസിന്റെ എഫക്റ്റ് ആണ്. സൺലൈറ്റ് ഒരു ഗ്രീൻ ഹൗസ് എന്ന പോലെ ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഗ്രീൻ ഹൗസ് ട്രാപ്പിനകത്തിൽ പെട്ടിട്ട് തിരിച്ച് എസ്കേപ്പ് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടാണ് ആ ഒരു മീൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത് എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നത്. ഇനി ഗ്ലോബൽ വാർമിംഗിന്റെ മെയിൻ കോസസ് ആയിട്ട് പറയുന്നത് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. അതായത് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഇവയൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസിൽ വരുന്നത്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡീഫോറസ്റ്റേഷൻ മറ്റൊരു കാരണമാണ്. എന്താണ്? മരം മുറിക്കുക അല്ലെ. ഈ മരം മുറിക്കുന്നത് വഴി കാർബൺ അബ്സോർപ്ഷൻ, പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന കാർബണിന്റെ അളവ് കുറയുന്നു. പ്ലാന്റ്സ് ഇല്ലാതെ വരുമ്പോൾ എന്താണ്? അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ കാർബണിന്റെ അളവ് കുറയുന്നു. ഇൻഡസ്ട്രിയൽ എമിഷൻസ് മറ്റൊരു പ്രോസസ് ആണ്. ഇൻഡസ്ട്രിയൽ എമിഷൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, മീഥൈൻ വരുന്നുണ്ട്, CH4, നൈട്രസ് ഓക്സൈഡ് ദാറ്റ് ഈസ് N2O. മറ്റൊരു കാരണമാണ് അഗ്രികൾച്ചർ, ദാറ്റ് ഈസ് മീഥൈൻ ഫ്രം റൈസ് അല്ലെങ്കിൽ പാഡീസ് അല്ലെ. റൈസ് പാഡി ഫീൽഡ്സിൽ നിന്നുള്ള മീഥൈൻ, ലൈഫ് സ്റ്റോക്ക് ഡൈജഷനിൽ നിന്നുള്ള മീഥൈൻ. അതേപോലെ മറ്റൊരു കോസാണ് വേസ്റ്റ് മാനേജ്മെന്റ്, ലാൻഡ്ഫിൽ മീഥൈൻ എമിഷൻസ്. ഈ മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഈ കാണുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസിൽ നിന്നും ഡീഫോറസ്റ്റേഷനിൽ നിന്നും ഇൻക്രീസ് ചെയ്യുന്നതാണ്. മീഥൈൻ ആണെങ്കിലോ അഗ്രികൾച്ചർ, പാഡി ഫീൽഡ്സിൽ നിന്നും അനറോബിക് ഡൈജഷനിൽ നിന്നും ഒക്കെ വരാം. വേസ്റ്റിൽ നിന്നും ഫോസിൽ ഫ്യൂവൽ പ്രൊഡക്ഷനിൽ നിന്നും ഒക്കെ മീഥൈൻ വരാം. നൈട്രസ് ഓക്സൈഡ് ആണ് മറ്റൊരു മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോസസ്. ഫെർട്ടിലൈസേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്നാണ് സോഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് ആണ് മറ്റൊരു പ്രോസസ്. ഇൻഡസ്ട്രിയൽ റെഫ്രിജറൻസ്, ദാറ്റ് ഈസ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ആൻഡ് PFCs. The effects of global warming. എന്താണ് ഗ്ലോബൽ വാർമിംഗിന്റെ എഫക്ട്? മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് that is converted to sea level rise. ഈ പോളാർ ഐസ് ക്യാപ്സ്, ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് സീയുടെ ലെവൽ കൂടുന്നു. ഗ്ലോബൽ വാർമിംഗിന്റെ എഫക്റ്റ് ആണ്. ആഗോള താപനം സംഭവിക്കുമ്പോൾ ഗ്ലേഷ്യേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? മെൽറ്റ് ആവുന്ന സമയത്ത് സീയുടെ ലെവൽ, മീൻ സീ ലെവൽ റൈസ് ചെയ്യും. അതേപോലെ ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ഓഫ് എക്സ്ട്രീം വെദർ, ഹീറ്റ് വേവ്സ്, ഫ്ലഡ്സ്, സൈക്ലോൺസ് ഒക്കെ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വരാൻ തുടങ്ങുന്നു. അതേപോലെ കോറൽ ബ്ലീച്ചിങ് ആൻഡ് മറൈൻ ബയോഡൈവേഴ്സിറ്റി ലോസ്. ഓൾസോ റെയിൻഫോൾ പാറ്റേൺ ഡിസ്റ്റർബ് ആവും. ഡ്രോട്ട്സും ക്രോപ്പ് ഫെയിലിയറും ഒക്കെ
ഈ ഫ്രീക്വന്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങും. സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസ് ദാറ്റ് ഇസ് മലേറിയ ആൻഡ് ഡെങ്കു പോലുള്ള ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്? ഗ്ലോബൽ വാർമിങ്ങിന്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസിൽ റിന്യൂവബിൾ എനർജിയിലുള്ള ഷിഫ്റ്റ്, അതായത് സോളാർ, വിൻഡ്, ഹൈഡ്രോതെർമൽ, ജിയോതെർമൽ ഇങ്ങനെയുള്ള എനർജിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ ഹൈബ്രിഡ് എനർജി പ്രോജക്റ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ഒരു മാർഗം. എനർജി എഫിഷ്യൻസി ഇൻഡസ്ട്രീസിലും ഹോംസിലും ട്രാൻസ്പോർട്ടിലും ഒക്കെ ഇൻക്രീസ് ചെയ്യുക. അതേപോലെ അഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും ചെയ്യുക. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ് ഇങ്ങനെയുള്ള പല മെത്തേഡ്സ് വഴി നമുക്ക് ഗ്ലോബൽ വാർമിംഗ് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ് 2015 ആൻഡ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് റെഡ്യൂസിംഗ് ദ കാർബൺ എമിഷൻ. അപ്പോൾ ഈ എഗ്രിമെന്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫൈനലി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇയർ ഒക്കെ ബേസ് ചെയ്തിട്ട് സംസാരിക്കും. നെക്സ്റ്റ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഈ ഗ്രീൻ ഹൗസ് എഫക്ട് നടക്കുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഫിനോമിനൻ തന്നെ നടക്കുന്നത്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട്? The natural process by which certain gases in Earth atmosphere trap heat from the sun. സണ്ണിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന ഒരു സൺലൈറ്റ് നമ്മുടെ എർത്തിലുള്ള ചില ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. ട്രാപ്പ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സൺലൈറ്റിനെ പുറത്ത് വിടാതെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ട്രാപ്പ് ചെയ്ത്, അല്ലെ, ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് പുറത്തോട്ട് വിടുന്നില്ല. അത് തന്നെയാണ് നമ്മൾ ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാപ്പിംഗ് ഓഫ് ദ ഹീറ്റ് ഫ്രം ദി സൺ, അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ മെയിൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ പ്ലാനറ്റിനെ ഒരു വാം ആയിട്ട് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ കാത്തു സൂക്ഷിച്ചു വെക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഗ്രീൻ ഹൗസ് എഫക്ട്. പക്ഷെ ഇത് അധികമാകുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഗ്രീൻ ഹൗസ് എഫക്ട് നല്ല രീതിയിൽ മനസ്സിലാവും. സോളാർ റേഡിയേഷൻ ഇസ് റിഫ്ലക്റ്റഡ് ബൈ എർത്ത്. അപ്പൊ സണ്ണിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ എർത്തിലേക്ക് വരുന്നു. അപ്പൊ ഇതാണ് എർത്ത്, ഇതുവരെയാണ് എർത്ത് വരുന്നത് കേട്ടോ. എർത്ത് ഇതുവരെയാണ്, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുന്നത്. അറ്റ്മോസ്ഫിയർ, എർത്ത് സർഫസ്. ഓക്കെ, അപ്പം സം സോളാർ റേഡിയേഷൻ ഇസ് റിഫ്ലക്റ്റഡ് ബൈ എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ. സം ഓഫ് ദി ഇൻഫ്രാറെഡ് റേഡിയേഷൻ passes through atmosphere. അറ്റ്മോസ്ഫിയറിലേക്ക് ചില ഇൻഫ്രാറെഡ് പോകും. സം ഈസ് അബ്സോർബ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് റീഎമിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പൊ ചിലത് അബ്സോർബ് ചെയ്യപ്പെടും, ചിലത് എല്ലാ ഡയറക്ഷനിലേക്കും റീഎമിറ്റ് ചെയ്തു പോകും. ഈ എഫക്റ്റ് എല്ലാം എന്താണ്? എർത്ത് സർഫസിനെ വാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റുകളാണ്. അപ്പൊ ചില റേഡിയേഷൻസ് എർത്ത് സർഫസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എർത്തിനെ വാം ആക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ എർത്ത് സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെട്ട് അത് ആ ഒരു അറ്റ്മോസ്ഫിയറിന് കൊടുക്കുന്ന വാം ആയിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഒരു ഫിനോമിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രോസസ്സ്? നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രോസസ്സിന്റെ തിയറി, സണ്ണിന്റെ റേഡിയേഷൻ എർത്തിലേക്ക് റീച്ച് ചെയ്യുന്നു, അതിനുശേഷം ചില റേഡിയേഷൻസ് ബാക്ക് ടു സ്പേസ് റിഫ്ലക്ട് ആയി പോകുന്നു, ബാക്കി എർത്ത് സർഫസ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് എർത്ത് ആ ഒരു ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന, അല്ലെ, എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ രൂപത്തിലായിരിക്കും എമിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് റീറേഡിയേഷൻ, അല്ലെ, ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ റീറേഡിയേഷൻ നടക്കുന്നു. അങ്ങനെ ലോവർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്തിനെ വാർമിംഗ് അപ്പ് ചെയ്യുന്നു. നാച്ചുറൽ ആൻഡ് എൻഹാൻസ്ഡ് ടൈപ്പ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റില് അതിന് നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസിൽ ലൈഫിൽ എസെൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ വെക്കുന്നതിനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കാരണം പോലും എന്ത് തന്നെയാണ്? എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണമാണ്. കാരണം എക്സസ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് വരികയും ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ എന്നിവയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഹീറ്റിന്റെ ട്രാപ്പിംഗ് അധികമാവുകയും അങ്ങനെ ഗ്ലോബൽ വാർമിംഗിലേക്ക് കാരണമാകുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ പറയുന്നത് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണുള്ളത്. നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കോൺട്രിബ്യൂഷൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 76%. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺട്രിബ്യൂഷൻ 76% കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്ലോബൽ എമിഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. മീഥേൻ ആണെങ്കിൽ 16% ആണ്. മോർ ഹീറ്റ് ട്രാപ്പിംഗ് കപ്പാസിറ്റി ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളും മീഥേൻ ഉള്ളത്.
16% മതി, അത്രയും കപ്പാസിറ്റി അതിനുണ്ട്. നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ 6% ആണ് ഗ്ലോബൽ വാർമിംഗിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. പവർഫുൾ ആണ്, ബട്ട് ലെസ് അബണ്ടന്റ് ആണ്. ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള ഗ്യാസസ് ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി ബട്ട് എക്സ്ട്രീംലി ഹൈ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു ടേം ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ക്രിയേറ്റ് ഗ്ലോബൽ വാർമിംഗ്, അല്ലെങ്കിൽ എത്രത്തോളം ഗ്ലോബൽ വാർമിംഗ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ പോകുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓരോ കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, മീഥേൻ ആയിക്കോട്ടെ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസിനൊക്കെ എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് പോകുന്നത്. ഇനി ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ഒരു കോഡ് ഓർക്കാം. എന്താണ് ആ ഒരു കോഡ്? CMNF. ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്, ദാറ്റ് ഈസ് SF6 ഒക്കെ വരും അല്ലെ. SF6 പോലുള്ള ഫ്ലൂറിനേറ്റഡ് അല്ലെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഇതൊക്കെ ഇതിൽ വരും, CFCs. അപ്പോ അത് ഓർത്തിക്കാം. അപ്പൊ ഈ ഒരു കോഡ് മറന്നു പോകരുത് കേട്ടോ, CMNF. ഈ കോൺസിക്വൻസസ് ഓഫ് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്ട്. എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്ട് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് ആക്സിലറേറ്റ് ആവും അല്ലെ. ക്ലൈമറ്റിന് നാച്ചുറൽ ആയിട്ട് പല 1000 വർഷങ്ങൾ കൊണ്ട് വരേണ്ട ക്ലൈമറ്റ് ചേഞ്ചുകൾ ഇപ്പൊ എന്താ 100 വർഷങ്ങൾ കൊണ്ടോ അല്ലെ 50 വർഷങ്ങൾ കൊണ്ടൊക്കെ വരാം. ക്ലൈമറ്റ് ചേഞ്ച് ആക്സിലറേറ്റ് ആയി, ക്ലൈമറ്റ് ചേഞ്ചിന്റെ സ്പീഡ് കൂടി. ഗ്ലേഷ്യൽ റീട്രീറ്റ് ആൻഡ് പോളാർ ഐസ് മെൽറ്റിംഗ്. നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ പോളാർ ഐസ് ആൻഡ് ഗ്ലേഷ്യസ് മെൽറ്റ് ചെയ്തിട്ട് സീ ലെവൽ റൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓഷ്യൻ അസിഡിഫിക്കേഷൻ, ദാറ്റ് ഇസ് ഡ്യൂ ടു കാർബൺ ഡയോക്സൈഡ് അബ്സോർബേഷൻ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് അബ്സോർബേഷൻ കാരണം വരുന്ന ഒരു ഫിനോമിനൻ ആണ് ഈ ഒരു ഓഷ്യൻ അസിഡിഫിക്കേഷൻ. ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓഷ്യൻ അസിഡിഫിക്കേഷൻ ഇസ് ഡ്യൂ ടു എന്ന് പറഞ്ഞിട്ട് MCQ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ കാർബൺ ഡയോക്സൈഡ് അബ്സോർപ്ഷൻ ബൈ ഓഷ്യൻ വാട്ടർ. ആൻഡ് ഡിസ്റപ്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആൻഡ് സ്പെഷ്യസ് എക്സ്റ്റൻഷൻ റിസ്ക്. ഇതൊക്കെ എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ കോൺസിക്വൻസസ് ആണ്. ഇനി നമ്മൾ ഈ ഒരു സെഷന്റെ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണ്, ഗ്ലോബൽ വാർമിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണെന്ന് മാത്രമാണ് ഗ്ലോബൽ വാർമിംഗ് ഗ്രീൻ ഹൗസ് എഫക്ട് ജസ്റ്റ് പറഞ്ഞു പോയി. അപ്പൊ അത് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾക്ക് മെമ്മറി ഓർത്ത് വെക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പോർഷനിൽ ഇല്ല എന്നൊന്നും ഓർക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following gases is the largest contributor to the natural greenhouse effect? നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ളത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ്: കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, മീഥൈൻ ആൻഡ് ഓസോൺ. നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള ലാർജസ്റ്റ് കണ്ടന്റ് ഏത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്? അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ ഈസ് വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എഫക്റ്റിന്റെ ഒരു കോൺട്രിബ്യൂട്ടർ. വാട്ടർ വേപ്പർ അക്കൗണ്ട്സ് ഫോർ ദ മെജോറിറ്റി ഓഫ് നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്ട്. However, human activities have increased carbon dioxide and other gases enhancing the greenhouse effect. അപ്പോൾ വാട്ടർ വേപ്പർ നാച്ചുറൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ആണ്. പക്ഷേ എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ആരാണ്? കാർബൺ ഡയോക്സൈഡും മറ്റ് ഗ്യാസസും ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഹാസ് ദ ഹൈയസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP among the following? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഏത് ഗ്രീൻ ഹൗസ് ഗ്യാസിനാണ്? ഓപ്ഷൻസ്: കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് CFCs. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് CFCs-നാണ്. ദാറ്റ് ഈസ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. നമ്മുടെ ഓസോൺ ഡിപ്ലീഷന് കാരണമാക്കുന്ന ഒരു തരത്തിലുള്ള ക്ലോറിനേറ്റഡ് ഫ്ലൂറോ കാർബൺസ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. CFCs-നാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. അതായത് കാർബൺ ഡയോക്സൈഡിനെ കാട്ടിലും 1000 മടങ്ങ് വേഗത്തിലാണ് ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ലോറോ ഫ്ലൂറോ കാർബൺസിനുള്ളത്. ലെസ് അബണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് വേഗം ഹീറ്റ് ട്രാപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു. ഓരോ മോളിക്യൂളിന്റെ ഹീറ്റ് ട്രാപ്പ് ചെയ്യാൻ വെക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ്
ലോങ് വേവ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2, വിത്തൗട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എർത്ത് ആവറേജ് ടെമ്പറേച്ചർ വുഡ് ബി മച്ച് ലോവർ ദാൻ ഇറ്റ്സ് ടുഡേ. ഗ്രീൻ ഹൗസ് ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നത് ലോങ് വേവ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ലോങ് വേവ് ആണോ ഷോർട്ട് വേവ് ആണോ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ ലോങ് വേവ് ആണോ ഷോർട്ട് വേവ് ആണോ? നമുക്കറിയാം, ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് കൂടിയ റേഡിയേഷൻ ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഒരു ലോങ് വേവ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണോ അബ്സോർബ് ചെയ്യുന്നത്? അതറിഞ്ഞാലാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിത്തൗട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എർത്ത് ആവറേജ് ടെമ്പറേച്ചർ വുഡ് ബി മച്ച് ലോവർ ദാൻ ഇറ്റ് ഇസ് ടുഡേ. അത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ഹീറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്ന ഗ്യാസസ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, മേക്കിംഗ് ഇറ്റ് ദ എർത്ത് ഹാബിറ്റബിൾ. എർത്തിൽ ലൈഫ് ഉണ്ടാവാൻ കാരണം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം -18 ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതായത് 60 ഫാരൻഹീറ്റ് മൈനസ് ഡിഗ്രിയിലേക്ക് എന്ത് പോകും? ഇവിടെ എർത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ പോകും. നമുക്ക് ലൈഫിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഈ പറയുന്നതില് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രജൻ ആൻഡ് ഓസോൺ. ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലാത്തത്? നമ്മൾ പറഞ്ഞതില് ഒന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഏതാണ്? നൈട്രജൻ അല്ലെ? നൈട്രജൻ ആണ്. നൈട്രസ് ഡയോക്സൈഡ് ആണ് നമ്മൾ പറഞ്ഞത്. നൈട്രജൻ പറഞ്ഞിരുന്നോ? ഇല്ല. നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഏകദേശം 78% അറ്റ്മോസ്ഫിയറിലുള്ള എയറിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നൈട്രജൻ ഇല്ല. പക്ഷെ നൈട്രസ് ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. O3 ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടോകോൾ എയിംസ് ടു റെഡ്യൂസ് ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വന്ന പ്രോട്ടോകോൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, ബേസൽ കൺവെൻഷൻ ആൻഡ് കാർട്ടാജീന പ്രോട്ടോകോൾ. വിച്ച് പ്രോട്ടോകോൾ aims to reduce the emission of greenhouse gases? Answer is Kyoto Protocol. Montreal Protocol is related to ozone depletion. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ആണ് ഈ ഒരു പ്രോട്ടോകോൾ നടക്കുന്നത്. ക്യോട്ടോ ഇൻ ജപ്പാനിലാണ് ഈ ഒരു പ്രോട്ടോകോൾ സൈൻ ചെയ്യുന്നത്. ഇപ്പൊ ലീഗലി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഓരോ കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഗലി ബൈൻഡ്സ് ദ ഡെവലപ്ഡ് കൺട്രീസ് ടു റെഡ്യൂസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഇയർ. ഓക്കെ. അതേപോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ, ദാറ്റ് ഇസ് മോൺട്രിയൽ കാനഡയിൽ വെച്ച് ഓസോൺ ഡെപ്ലീഷൻ, ക്ലോറോഫ്ലൂറോ കാർബൺസ് റെഡ്യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അതും നമ്മുടെ ഈ ഒരു വിഷയത്തിൽ ഉള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഗ്ലോബൽ വാർമിംഗിന്റെ ഗ്രീൻ ഹൗസ് എഫക്ട് ആയതുകൊണ്ട് നമ്മൾ ഓസോൺ ഡിപ്ലീഷനിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് മെയിൻലി റിലീസ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് പാഡി ഫീൽഡ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്? നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ. ഏതാണ് ആൻസർ? മീഥൈൻ ആണ്. മീഥൈൻ ആണ് അഗ്രികൾച്ചർ പാഡി ഫീൽഡ്സിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യപ്പെടുന്ന ഗ്യാസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടുള്ളത്. അനേറോബിക് ഡീകമ്പോസിഷൻ, അതേപോലെ വാട്ടർ ലോഗ്ഡ് പാഡി ഫീൽഡ്സിൽ നിന്ന് നടക്കുന്ന ഒരു എമിഷൻ, ഇതൊക്കെ കൊണ്ടാണ് അനറോബിക് ഡീകമ്പോസിഷൻ ഇൻ ലൈഫ് സ്റ്റോക്ക്, അതേപോലെ ഫെർമെന്റേഷൻ ഇൻ കാറ്റിൽ പ്രൊഡ്യൂസ് മീഥൈൻ. ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, മീഥൈൻ ഹാസ് എ ഷോർട്ടർ അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം ദാൻ CO2. അതായത് അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കാനുള്ള ശേഷി കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ കുറവ് മീഥൈൻ ആണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ മീഥൈൻസ് ഹീറ്റ് ട്രാപ്പിംഗ് എബിലിറ്റി ഇസ് ലോവർ ദാൻ CO2 പെർ മോളിക്യൂൾ. ഹീറ്റ് ട്രാപ്പിംഗും അതേ ലൈഫ് ടൈമും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റിൽ മീഥൈൻ ആണോ കാർബൺ ഡയോക്സൈഡ് ആണോ ലൈഫ് ടൈം, അതേപോലെ മീഥൈൻ ആണോ കാർബൺ ഡയോക്സൈഡ് ആണോ ഹീറ്റ് ട്രാപ്പിംഗ് കപ്പാസിറ്റി. ഇതിന് ആൻസർ നമുക്ക് നോക്കാം. ആൻസർ സ്റ്റേറ്റ്മെന്റ് 1 മാത്രം കറക്റ്റ് എന്നുള്ളതാണ്. മീഥൈന് ഹീറ്റ് ട്രാപ്പിംഗ് എബിലിറ്റി കാർബൺ ഡയോക്സൈഡിനേക്കാളും കുറവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മീഥൈൻ ആണ് ഹീറ്റ് ട്രാപ്പിംഗ് എബിലിറ്റി ഹയർ ദാൻ കാർബൺ ഡയോക്സൈഡ്. അത് ഓർക്കുക. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. മീഥൈൻ ലാസ്റ്റ് അബൌട്ട് 12 years ഇൻ ദ അറ്റ്മോസ്ഫിയർ. ലൈഫ് ടൈം ഷോർട്ടർ ആണ് അല്ലെ. കാർബൺ ഡയോക്സൈഡ് എന്താണ്? ഷോർട്ടർ ദാൻ മീഥൈൻ ഹാസ് എ ഷോർട്ടർ ലൈഫ് ടൈം എന്ന് പറഞ്ഞു. ബട്ട് പെർ മോളിക്യൂൾ ഇറ്റ് ട്രാപ്സ് മച്ച് മോർ ഹീറ്റ് ദാൻ കാർബൺ ഡയോക്സൈഡ്. ലൈഫ് ടൈം കുറവാണ് എങ്കിൽ പോലും
കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി മീഥേന് കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ സോഴ്സ് ഓഫ് നൈട്രസ് ഓക്സൈഡ് എമിഷൻ ഈസ്. നൈട്രസ് ഓക്സൈഡ് എമിഷൻ ഏറ്റവും കൂടുതൽ ബേണിംഗ് ഓഫ് കോൾ, ഫെർട്ടിലൈസർ യൂസ് ഇൻ അഗ്രികൾച്ചർ, വോൾക്കാനോസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സോൾവെന്റ് യൂസ്. ആൻസർ ഏതാണ്? സോറി, ആൻസർ ഈസ് ഫെർട്ടിലൈസർ യൂസ് ഇൻ അഗ്രികൾച്ചർ. നൈട്രസ് ഓക്സൈഡ് എമിഷൻ മെയിൻ സോഴ്സ് ആയിട്ട് പറയുന്നത് ഫെർട്ടിലൈസർ യൂസ് ആണ്. എക്സസ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആണ് നൈട്രസ് ഓക്സൈഡ് ആയിട്ട് മാറുകയും ഒരു പൊട്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മാൻ മെയ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? മാൻ മെയ്ഡ് ആയിട്ട് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ്, കാർബൺ ഡൈ ഓക്സൈഡ്, CFCs, മീഥൈൻ ആൻഡ് വാട്ടർ വേപ്പർ. മാൻ മെയ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ ആണ് CFCs, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഇതൊരു സിന്തറ്റിക് കെമിക്കൽ ആണ്. റെഫ്രിജറേഷനും എയറോസോൾസിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ആണ്. റൂഫിംഗ് ഷീറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ CFCസിന്റെ പ്രസൻസ് സൺലൈറ്റുമായിട്ട് വരുമ്പോൾ, ഈ റൂഫിംഗ് ഷീറ്റ് സൺലൈറ്റുമായിട്ട് വരുമ്പോൾ CFCs പുറപ്പെടുവിക്കാറുണ്ടോ എന്നൊക്കെ നമുക്ക് ഫാക്ട്സ് ഉണ്ട്. ഓൾസോ ദേ ഡെപ്ലീറ്റ് ദ ഓസോൺ ലെയർ. ഓസോൺ ലെയർ ഡെപ്ലീറ്റ് ചെയ്യാനും കാരണമായിട്ടുള്ളത് ആര് തന്നെയാണ്? ഈ ഒരു CFCs ആണ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്ട് ഇസ് കോസ്ഡ് ബൈ. നാച്ചുറൽ ആൻഡ് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്ട്, രണ്ട് തരത്തിലുള്ള ഗ്രീൻ ഹൗസ് എഫക്ട് നമ്മൾ പറഞ്ഞു. അത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണ്? അതിന് കാരണമായിട്ടുള്ള കാര്യം എന്താണ്? ഓപ്ഷൻസ്, ഇൻക്രീസ് ഇൻ എർത്ത് ആൽബിഡോ, ഇൻക്രീസ് ഇൻ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഡിക്രീസ് ഇൻ വോൾക്കാനിക് ആക്ടിവിറ്റി ആൻഡ് ദി റിഡക്ഷൻ ഓഫ് ഓഷ്യൻ കറന്റ്സ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ടുള്ള കോസ് ഏതാണ്? ഇൻക്രീസ് ഇൻ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് എമിഷൻസ് എന്നുള്ളതാണ് കറക്റ്റ്. അതിന് കാരണം എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ബേണിംഗ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, N2O ലെവൽസ് കൂട്ടിയിട്ട് വാർമിംഗിലേക്ക് പോകുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റിനെക്കാളും കൂടുതൽ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റിലേക്ക് പോകുന്നതുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് ദ ലാർജസ്റ്റ് എമിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടോട്ടൽ എമിഷൻസ് ആസ് ഓഫ് റീസെന്റ് ഗ്ലോബൽ ഡാറ്റ? ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്ന കൺട്രി ഈ പറയുന്നവയിൽ ഏതാണ്? USA, ചൈന, ഇന്ത്യ, റഷ്യ. ആൻസർ വരുന്നത് ചൈനയാണ് കേട്ടോ. ചൈന ലീഡ്സ് ഇൻ ദ ടോട്ടൽ CO2 എമിഷൻസ് ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് പോപ്പുലേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. അപ്പോൾ വളരെ ലാർജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ഓസോൺ in the troposphere is a greenhouse gas, and statement 2 is ozone in the stratosphere protects life from harmful UV rays. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? രണ്ടും ശരിയാണോ? രണ്ടും തെറ്റാണ്. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ പ്രൊട്ടക്ട്സ് ലൈഫ് ഫ്രം ഹാർംഫുൾ UV rays. രണ്ടും ശരിയാണ്. അല്ലെ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സണ്ണിന്റെ ഹാർംഫുൾ ആയിട്ടുള്ള UVB ആൻഡ് UVCs റേസിൽ നിന്നാണ് ഓസോൺ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഹെൽപ്പ് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ്. ഓപ്ഷൻസ്, ഇൻക്രീസിംഗ് ഫോസിൽ ഫ്യൂൽ സബ്സിഡീസ്, B, deforestation, C, using renewable energy sources, and D, wetland drainage. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷർ ഏതാണ്? യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നുള്ളതാണ് കേട്ടോ. യൂസിങ് എനർജി സോഴ്സസ്, സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പോലെയുള്ള റിന്യൂവബിൾ എനർജീസ്, ഫോസിൽ ഫ്യൂൽസ് റീപ്ലേസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഇസ് റിലീസ്ഡ് ബൈ ദ തോയിങ് ഓഫ് പെർമാഫ്രോസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ്സ് ഗ്ലോബൽ വാർമിംഗ്? പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത് സോയില് ഐസും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു സ്ട്രക്ചറാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർമാഫ്രോസ്റ്റിനെ തോയിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്ക് ടു ലിക്വിഡ് ആയിട്ട് പോവുക. ആ പെർമാഫ്രോസ്റ്റ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ തോ ചെയ്ത് ബാക്ക് ടു ഐസിൽ നിന്ന് വാട്ടർ ആവുന്ന ലിക്വിഡ് ഫോമിലേക്ക് ആവുന്നതിനാണ് തോയിങ് എന്ന് പറയുന്നത്. ഈ തോയിങ് ഏത് ഗ്യാസസിന്റെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് റിലീസ്ഡ് ബൈ തോയിങ് ഓഫ് പെർമാഫ്രോസ്റ്റ്? ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള ഒരു ഗ്യാസ് പെർമാഫ്രോസ്റ്റ് തോയിങ് കാരണം ഉണ്ടാവുന്നുണ്ട്. അത് ഏത് ഗ്യാസ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഗ്യാസ് തന്നെയാണ് ഇതിന്റെ ആൻസർ വന്നിട്ട് മീഥേൻ ആണ് കേട്ടോ. മീഥേൻ ആണ് ആൻസർ. പാഡി ഫ്യൂൽസ് റിലീസ് ചെയ്യുന്ന ആ ഒരു
ഗ്യാസ് ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ, അത് തന്നെയാണ് thawing of permafrost എന്ന് റിലീസ് ചെയ്യുന്ന ഗ്യാസും സെയിം തന്നെയാണ്. മെൽറ്റിംഗ് permafrost releases trapped methane creating a feedback loop that intensifies warming. ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് അല്ലെ, ഈ thawing of permafrost വീണ്ടും ഗ്ലോബൽ വാർമിംഗ് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് കാരണമാണ്. പാരീസ് എഗ്രിമെന്റ് എയിംസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് അപ് ടു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല PSC എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരീസ് എഗ്രിമെന്റ് 2015 aims to limit global warming to answer below 2 degrees Celsius above pre-industrial levels, preferably 1.5 degrees Celsius. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പാരീസ് എഗ്രിമെന്റിന്റെ ഒരു ടെമ്പറേച്ചർ ലിമിറ്റ് ബിലോ 2 degrees Celsius above pre-industrial levels, preferably 1.5 degrees Celsius. പാരീസ് എഗ്രിമെന്റ്സിന്റെ ഉദ്ദേശം എന്താണ്? ഗ്രീൻ ഹൗസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക, ഗ്ലോബൽ വാർമിംഗ് ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസിൽ ബിലോ ആക്കാം. ആ ഒരു പെർസെൻറ്റേജ്, ആ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് കട്ട് ടെമ്പറേച്ചർ ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്നതാണ് പാരീസ് എഗ്രിമെന്റിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്ട് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു സെഷനുമായിട്ട് നമുക്ക് കാണാം. Bye. Thank you, friends.